യഹോശഫത്തും മറ്റും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നതിനായി പോയി കാട്ടിലെ വെള്ളമില്ലാതെ വളരെ കഷ്ടപ്പെട്ടു. അവിടെ ആരെങ്കിലും പ്രവാചകനുണ്ടോ എന്ന് നോക്കി എലീശ അടുക്കൽ ചെന്നു. എലീശ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഈ താഴ്വരയിൽ കുഴികൾ ഉണ്ടാക്കുവിൻ. നിങ്ങൾ കാട്ടോ മലയോ കാണുന്നില്ലെങ്കിലും വെള്ളം വന്നു നിറയും എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് വെള്ളം ലഭിച്ചു. അവരുടെ കഷ്ടത മാറി. അതുപോലെ തന്നെ ദൈവവചനം കേൾക്കുന്നതിലൂടെ നമുക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ ദൈവം പറയുന്നത് പോലെ നാം ചെയ്യണം. പക്ഷെ നാം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവവചനം കേൾക്കുന്നതിൽ തന്നെ നാം വളരെ ബലഹീനരാണ്. ചിലർ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിലത്ത് വെള്ളം വീണ് അല്പം തനിച്ചു പോകുന്നത് പോലെ അവരുടെ ഹൃദയത്തിൽ വചനം അല്പം മാത്രം ഉണ്ടായിരിക്കും. മറ്റു ചിലർ താഴ്വരയിൽ അല്പം വെള്ളം ഇരിക്കുന്നത് പോലെ അവരുടെ ഹൃദയത്തിൽ വചനം അല്പം മാത്രം ഉണ്ടായിരിക്കും. വേറെ ചിലർ ഉണ്ട്, പാറയുടെ മുകളിൽ വെള്ളം വീണ് അത് അങ്ങനെ തന്നെ ഒഴുകി പോകുന്നത് പോലെയാണ്. അതിൽ നിന്ന് ഏതെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു ചെവിയിലൂടെ കേട്ട് മറ്റ ചെവിയിലൂടെ വിട്ടുകളയും. ദൈവവചനം വായിക്കുന്നതിനാലോ കേൾക്കുന്നതിനാലോ ആ വചനത്തിൽ നിന്ന് അവർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. അവർ താഴ്വരയിൽ എങ്ങനെയാണ് കുഴികൾ ഉണ്ടാക്കിയത്? എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? താഴ്വരയിൽ വെള്ളം വന്നു നിന്നാൽ അവർക്ക് ആവശ്യമായ വെള്ളം തികയില്ല. അതുകൊണ്ടാണ് ദൈവം കുഴികൾ ഉണ്ടാക്കുവാൻ പറഞ്ഞത്. അവർ എത്രത്തോളം ആഴമായി കുഴികൾ ഉണ്ടാക്കിയോ അത്രത്തോളം വെള്ളം ലഭിച്ചു. നാമും ദൈവവചനം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കേൾക്കുന്നത് മാത്രമല്ല, അതിനെ പിന്നെയും പിന്നെയും ധ്യാനിക്കുമ്പോൾ, ഓരോ പ്രാവശ്യം അതിനെ ധ്യാനിക്കുമ്പോൾ അത് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ, കുഴികൾ ഉണ്ടാക്കുന്ന രീതിയിൽ താഴ്വരയെ ആഴത്തിൽ ആക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയത്തിൽ ആഴത്തിലേക്ക് ദൈവവചനം ഇറങ്ങിച്ചെല്ലും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാൽ ദൈവം അയച്ചു തരുന്ന സഹായവും അനുഗ്രഹവും നിനക്ക് ലഭിക്കും. ഇതൊന്നും ചെയ്യാതെ നീ വെറുതെ വചനം കേട്ട് വിട്ടുകളയുകയാണെങ്കിൽ നീ കേൾക്കുന്നതിനാലോ വായിക്കുന്നതിനാലോ ആ വചനത്തിൽ നിന്ന് നിനക്ക് യാതൊരു പ്രയോജനവും ലഭിക്കില്ല.